ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്റ്റീംഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 or 4 വറ്റൽമുളക് കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ വറ്റൽമുളകാണ്. ഞാൻ അതുകൊണ്ട് 5 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒഴികെ ബാക്കിയുള്ള 3 ഐറ്റംസും നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മുട്ടയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഒന്ന് മിക്സഡ് ജാറിൽ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ചീസ് സ്ലൈസിന് പകരമായിട്ട് നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. ആ ഒരു വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ തന്നെ ക്യാബേജ് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു കൈപ്പിടി അളവിൽ തന്നെ സവാളയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും. നമ്മൾ ചിക്കനൊന്നും ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കനും ഈ ഒരു വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഒറിഗാനോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു സാൻഡ്വിച്ചിന്. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര കനത്തിലാണോ ഫില്ലിംഗ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഈ ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ചൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ മിനിറ്റും 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സാൻഡ്വിച്ച് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.